Hello dear students, welcome back to Arts Tech Tutorials, Zeitgeist, Readings on Society and Culture, second semester Common Course English, Calicut University. Students, I hope all of you are fine, stay safe, stay home. And I would like to suggest you one more thing, that you should always be in touch with online education classes. Today in this video, I like to move on to a new module called Gender. Gender having 3 units to be studied. One is in a speech form, the next a poem, and the other is a beautiful short story. This is a module that says or that discusses something about the binary opposition male female. ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള കുറേ ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ് ഫ്ലഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മെയിൽ ഫീമെയിൽ, ദെൻ റൈറ്റ്സ്, ദെൻ ദെയർ ഫ്രീഡം, ദെൻ ദെയർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, ദെൻ ദെയർ അതർ ഇഷ്യൂസ്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയിലും ഫീമെയിലും മാത്രമല്ല, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടെയുണ്ട്. വി ഹാവ് ടു കൺസിഡർ ദം ഓൾസോ. കാര്യം നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത തന്നെ ഇത് തന്നെയാണ്. ഇതിൽ ഒരു പോം എഴുതിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ റൈറ്ററാണ്. ആൻഡ് ഓൾസോ അനദർ തിങ്, മറ്റെല്ലാ മൊഡ്യൂൾസിലും മെയിൽ റൈറ്റേഴ്സ് കൂടെ ഉണ്ട്, എന്നാൽ ഈ മൊഡ്യൂളിൽ മെയിൽ റൈറ്റർ ഇല്ല. എല്ലാം ഫീമെയിൽ റൈറ്റേഴ്സും പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്ററുമാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ മൊഡ്യൂള് 3 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഫീമെയിൽ റൈറ്റേഴ്സാണ്, പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്ററോടാണ്. അപ്പോൾ എന്തുകൊണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഡിസ്കഷന് സ്കോപ്പുള്ള ഒരു മൊഡ്യൂളാണ് ദിസ് ജെൻഡർ. We will complete the 3 units one by one. So now we can move on to the first unit, titled as Claiming an Education, authored by Adrienne Rich. It is in a speech form. Let's move on. See, Adrienne Rich, the renowned poet, essayist and political activist for women who famously defined herself as woman, lesbian and feminist. Please remember, Adrienne Rich, she herself called as woman, then lesbian and feminist. 3 words ഒന്ന് ഓർത്ത് വച്ചേക്കുക. അതേ താൻ ഒരു സ്ത്രീയാണ്, അതുപോലെ തന്നെ ഒരു ലെസ്ബിയനാണ്, അതുമാത്രമല്ല ഒരു സ്ത്രീവാദ എഴുത്തുകാരിയാണ് എന്ന് സ്വയം സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു പോയറ്റാണ്, ഒരു എസ്സയിസ്റ്റാണ്. ആൻഡ് ഷി വാസ് ബോൺ ഇൻ ബാൾട്ടിമോർ in USA in 1929. ഓക്കെ, പ്ലീസ് റിമെമ്പർ. സോ ആ 3 വാക്കുകളിൽ തന്നെ നമുക്ക് ഈ ആഡ്രിയൻ റിച്ച് ആരാണെന്ന്, അവരുടെ വ്യക്തിത്വം, അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു നമുക്കറിയാം, ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ, അർത്ഥം നമുക്കറിയാം. സോ താൻ ഒരു ലെസ്ബിയൻ ആണെന്ന് സമൂഹത്തോട് ഉറച്ചു വിളിച്ചു പറയാനുള്ള ഒരു ആ ശബ്ദം, അതുപോലെ തന്നെ താനൊരു ഫെമിനിസ്റ്റ് ആണ്, താനൊരു വുമൺ ആണ് എന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ അതിൽ കുറേ അർത്ഥങ്ങളും അതിൽ കുറേ ചിന്തകളും ഒക്കെ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, വച്ച് നൽകുന്നുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമുക്ക് വി ക്യാൻ ഡിസ്കസ് അറ്റ് എ ലേറ്റർ ടൈം. ഐ ഹോപ്പ് സോ. Then, in the final year of her graduation, she won the prestigious Yale Series of Younger Poets Award for her book, A Change of World, in 1951, from a jury headed by W.H. Auden. സോ വേറൊന്നുമില്ല, താൻ പഠിച്ച സമയത്ത് തന്നെ തൻ്റെ കഴിവ്, തൻ്റെ സാഹിത്യ മികവ് എന്ത് ചെയ്തു, ലോകത്തെ കാണിച്ച ഒരു വ്യക്തി തന്നെയാണ്. അവാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ദെൻ ഷീ മാരീഡ് ആൽഫ്രഡ് എച്ച് കോൺറാഡ്, എ ഹാർവാർഡ് എക്കോണമിസ്റ്റ്, in 1953 and became a mother of 3 sons by 1959. Okay, then her second collection of poetry entitled The Diamond Cutters was published in 1955. 1955 ഒരു poetry publish ചെയ്തു. Then the tumultuous 1960s, she became a great champion of the oppressed by standing for the rights of women and the sexual minorities. 1960s നമ്മുടെ അഡ്രിയൻ റിച്ച് താൻ ആരാണ് എന്ന് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, എഴുത്തുകൾ എഴുതി തുടങ്ങാൻ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. ആൻഡ് ഓൾസോ ഷീ സ്റ്റുഡ് ഫോർ സെക്ഷൽ മൈനോറിറ്റീസ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ സെക്ഷൽ മൈനോറിറ്റീസ്? ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. സെക്ഷൽ മൈനോറിറ്റീസ് ഉദ്ദേശിക്കുന്നത് ഈ ലിംഗ ന്യൂനപക്ഷ വ്യക്തികളാണ് അല്ലെങ്കിൽ സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് വിച്ച് ക്യാൻ ബി റെഫേർഡ് ഇൻ
ഒരു ആക്രോണിമിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. LGBTIQ. Okay, LGBTIQ. L stands for lesbian, then G gay, B bisexual, then T for transgender, I for intersex, then Q is queer. സോ ഈ ഒരു എന്താണ് 6 ലെറ്റേഴ്സ് അതാണ് LGBTIQ. അപ്പോൾ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളോട് തോന്നുന്ന ഒരു ഇമോഷണൽ ഓർ സെക്ഷൽ അറ്റാച്ച്മെന്റ് ആണ്. ദെൻ അവരോടുള്ള ഒരു സ്നേഹം, സ്ത്രീകൾക്ക് സ്ത്രീകളോട് തോന്നുന്നത്. ദെൻ ഗേ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ലെസ്ബിയനിസം, അതായത് പുരുഷന്മാരോട് തന്നെ തോന്നുന്ന ഒരു ഇമോഷണൽ ഒരു അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ പറയുക. ദെൻ എന്താണ് ബൈസെക്ഷൽ മീൻസ് എന്താണ് ഈ സ്ത്രീകളോടും പുരുഷന്മാരോടും തോന്നുന്ന ഒരേ രീതിയിൽ തോന്നുന്ന ഇമോഷണൽ സൈക്കോളജിക്കൽ ദെൻ സെക്ഷൽ അറ്റാച്ച്മെന്റിനെയാണ് ബൈസെക്ഷൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രാൻസ്ജെൻഡർ അത് ബൈ ബർത്ത് ഉണ്ടാകുന്ന ഒരു സെക്സ് ആയിരിക്കില്ല പിൽക്കാലത്ത് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുക. നമ്മളതിനെ പല വാക്കുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് അതർ എന്ന് നമ്മൾ പറയാറുണ്ട്. ദെൻ ചില ഭാഗങ്ങളിലൊക്കെ ഹിജഡ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ദെൻ ഇന്റർസെക്സ് എന്ന് പറയുന്നതും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുകയും, എന്നാൽ അതേസമയം പുരുഷനാണ്, എന്നാൽ സ്ത്രീകളുടെ ഈ ബോഡി പാർട്സ് അതിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവയവങ്ങൾ മാറി വരുന്നതിനെയാണ് നമ്മൾ ഇന്റർസെക്സ് എന്ന് പറയുക. ദെൻ ക്യൂർ ഈസ് ആക്ച്വലി അംബ്രല ടേം ആണ് വിച്ച് കവേഴ്സ് ട്രാൻസ്ജെൻഡർ, ദെൻ ഇന്റർസെക്സ്, പിന്നെ അതുപോലെ തന്നെ വളരെ വിയേർഡായിട്ട് ജീവിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഈ ക്യൂർ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ LGBTIQ ഇവരെ പലപ്പോഴും സൊസൈറ്റി എന്ത് ചെയ്യുകയാണ്, അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും മെയിൻ സ്ട്രീമിൽ നിന്നും ബാക്കിലേക്ക് തള്ളി മാറ്റുകയൊക്കെ ചെയ്യാറുള്ളത്. അതിപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചറിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഉള്ള ആ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കുള്ള റൈറ്റ്സിന് വേണ്ടിയിട്ട് നിൽക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അഡ്രിയൻ റിച്ച് ഈ 1960s മാറുകയാണ്. ഓക്കെ, her works, snapshots of a daughter-in-law and leaflets were testimonies of her politics. അപ്പോൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് ഈ പറയുന്ന വർക്ക്സിൽ അഡ്രിയൻ റിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. Then in identifying herself as a lesbian, she left her husband in 1970. അപ്പോൾ 1970 താൻ വിവാഹം കഴിച്ച അല്ലെങ്കിൽ വിവാഹിതായിരുന്നു എന്നും പറഞ്ഞു ആ ഹസ്ബൻഡിനെ അവൾ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് താൻ ഒരു ലെസ്ബിയൻ ആണെന്ന് സൊസൈറ്റിയോട് എന്ത് ചെയ്യുക വിളിച്ചു പറയുകയാണ്. ഓക്കെ, ഇൻ ദ 1970s, അതായത് ആ ഒരു ഡെക്കേഡിൽ ഇൻ ദ 1970s when Rich emerged as a radical feminist, she famously stated that the way we live in a patriarchal society is dangerous for humanity. അപ്പോൾ 1970s ഒരു ലെസ്ബിയൻ ആണെന്ന് പറയുകയും അത് മാത്രമല്ല ആ ഒരു കാലഘട്ടത്താണ് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ 1970s ലെസ്ബിയൻ ആവുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഒരു റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിട്ട് മാറുകയാണ്. തീവ്ര സ്ത്രീവാദ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ അഡ്രിയൻ റിച്ച് മാറുന്നു. ആൻഡ് ഓൾസോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദ വേ വി ലിവ് ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി ഈസ് ഡേഞ്ചറസ് ഫോർ ഹ്യൂമാനിറ്റി. മാനവ വംശത്തിന് തന്നെ വളരെയധികം ആപത്താണ് ഇത്തരത്തിലൊരു സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു. ഏതുതരം സമൂഹത്തിൽ? പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിക്കുക എന്നത് മാനവികതയ്ക്ക് തന്നെ വംശത്തിന് തന്നെ ഡേഞ്ചറസ് ആണെന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ അഡ്രിയൻ റിച്ച് 1970കളിൽ തൻ്റെ എഴുത്തുകളിലൂടെ. ഓക്കെ, സോ എത്രമാത്രം റാഡിക്കലായിട്ടാണ് അഡ്രിയൻ റിച്ച് ചിന്തിക്കുന്നത്. സംടൈംസ് മേ ബി തനിക്ക് കിട്ടിയ വായനയും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ ആയിരിക്കാം ഇതിലേക്ക് അഡ്രിയൻ റിച്ച് എത്തുന്നത്. ആൻഡ് ഓൾസോ ഇൻ 1976 ഷീ ബിഗാൻ co-living with the Jamaican born novelist Michelle Cliff. അപ്പോൾ മിഷേൽ ക്ലിഫ് എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരിയുമായിട്ട്
കോ ലിവിങ് ആരംഭിക്കുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ അതിലൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവൾ താനൊരു ലെസ്ബിയൻ ആണെന്ന് ലോകത്തെ വിളിച്ചു പറയുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, ആൻഡ് ഷി വാസ് അൺഅപ്പോളജറ്റിക് ഓഫ് ഹെർ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്സ് ആൻഡ് വെൻ ക്രിറ്റിസൈസ്ഡ് ഫോർ ആൻറ്റി മെയിൽ ബയസ് ഇൻ ഹെർ റൈറ്റിംഗ്സ്. അവിടെ ഒരു വാക്ക് പറഞ്ഞു, ആൻറ്റി മെയിൽ. സോ ആൻറ്റി മെയിൽ ഓർ മിസാൻട്രി എന്ന് പറയാം, മറ്റൊരു ടേമാണ്. സോ എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധമുള്ള അല്ലെങ്കിൽ പുരുഷന്മാരോട് തീർത്തും വൈരാഗ്യപരമായിട്ട് വിരോധപരമായിട്ട് ഒത്തിരി എഴുത്തുകൾ എഴുതിയിരുന്നു. ഓക്കെ, അത് പോയംസ് ആയിട്ട് അല്ലെങ്കിൽ എസ്സൈസ് ആയിട്ടൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും സൊസൈറ്റിയിൽ നിന്നും ആഡ്രിയൻ റിച്ചിന് ലഭിച്ചിരുന്നു. ബട്ട് അതിലൊരിക്കലും അപ്പോളജി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ടോ ന്യായീകരിക്കാനോ ഒന്നും ആഡ്രിയൻ റിച്ച് നിന്നിട്ടില്ല. തൻ്റെ ആറ്റിറ്റ്യൂഡ്, തൻ്റെ വ്യൂസ് ശക്തമായ രീതിയിൽ, ആൻറ്റി മെയിൽ ആറ്റിറ്റ്യൂഡാണ്, അതും തീർത്തും ശക്തമായ രീതിയിൽ ആഡ്രിയൻ റിച്ച് എന്ത് ചെയ്തു, തൻ്റെ റൈറ്റിംഗ്സിലൂടെ ലോകത്തിന് നൽകിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഓൾസോ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഓൾ ഹ്യൂമൻ ലൈഫ് ഓൺ ദ പ്ലാനറ്റ് ഈസ് ബോൺ ഓഫ് വുമൺ. നമുക്കും തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പറയണം, എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ഒരു സ്ത്രീയിൽ നിന്നുമാണ് ഉൽപ്പാദിക്കപ്പെട്ടത്. ഈ പ്ലാനറ്റിലെ എല്ലാ പുരുഷന്മാരും, അത് ഒരുപക്ഷെ പുരുഷന്മാർ മാത്രമല്ല, എല്ലാ ലിവിങ് തിങ്സും. The one unifying, incontrovertible experience shared by all women and men is that months-long period we spent unfolding inside a woman's body. അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലാണ് എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും, എല്ലാ മനുഷ്യരും കുറേ മാസം അല്ലെങ്കിൽ കുറേ നീണ്ട ഒരു കാലഘട്ടം തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിന് ഉള്ളിലാണ് കഴിഞ്ഞത്. സോ ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇതിലൂടെ ലോകത്തിന് നൽകിയത്. ആൻഡ് ഓൾസോ പിന്നെ പറയുന്നത് എന്താ, നമ്മുടെ തീംസ് അവരുടെ കൃത്യമായിട്ട് എഴുതിയ തീംസ് ഇതൊക്കെയാണ്. ദ ക്വസ്റ്റ്യനിങ് ഓഫ് പാട്രിയാർക്കൽ അസംഷൻസ്, ദ നീഡ് ഫോർ ചേഞ്ച് ആൻഡ് ദ പവർ ഓഫ് ദ വിൽ വേ ദ തീംസ് ഇൻ ഹെർ ഏർലി റൈറ്റിംഗ്സ്. അപ്പോൾ ആദ്യ സമയങ്ങളിലെ റൈറ്റിംഗ്സ് ഇതൊക്കെയാണ്. അതായത് പാട്രിയാർക്കൽ സിസ്റ്റത്തിന് എതിരായിട്ടുള്ള അതിൻ്റെ കുറേ കാര്യങ്ങളും, പിന്നെ നീഡ് ഫോർ ചേഞ്ചും ദെൻ പവർ ഓഫ് വില്ലും ഒക്കെ അതെല്ലാം പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ആദ്യകാലങ്ങൾ എഴുതിയത്. പിന്നെ 1978 ദ ഡ്രീം ഓഫ് എ കോമൺ ലാംഗ്വേജ് എന്ന ഒരു ടെക്സ്റ്റ് എഴുതുകയുണ്ടായി. ദ ഡ്രീം ഓഫ് എ കോമൺ ലാംഗ്വേജ്. അതിൽ ഷീ ആർഗ്യൂഡ് ഫോർ എ കോമൺ വിമൻസ് ലാംഗ്വേജ്, എ കൺസേൺ ഓഫ് മോസ്റ്റ് ഫെമിനിസ്റ്റ് ഓൾ ഓവർ ദ ഗ്ലോബ് ഇൻ ദ 1970s. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാഷ. നമുക്കറിയാം, ലാംഗ്വേജ് തന്നെ അതൊരു പുരുഷ കേന്ദ്രീകൃതമാണ്, പുരുഷന്മാരാണ് അത് സൃഷ്ടിച്ചത്, പുരുഷന്മാരാണ് അത് നയിക്കുന്നത് എന്നുള്ള ഒരു സത്യം, ഒരു ട്രൂത്ത് ഉണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് ഒരു വിമൻസ് ലാംഗ്വേജ് വേണം എന്ന് തൻ്റെ ഈ 1978 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലൂടെ സംസാരിക്കുകയാണ്. ഓക്കെ, പിന്നെ ചില വർക്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ആൻ അറ്റ്ലസ് ഓഫ് ദ ഏർലി വേൾഡ്, ദ സ്കൂൾ എമംഗ് ദ റൂയിൻസ്, ടുനൈറ്റ് നോ പോയട്രി വിൽ സെർവ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പോയട്രി അല്ലെങ്കിൽ കളക്ഷൻ ആന്തോളജീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. And also demands for a more expansive use of women's sexuality and increased lesbian visibility, while seeking to undermine the notion of female heterosexuality as normal, required and obligatory, made her a champion of the feminists and the LGBTIQ activists. So, ഇത് പറയുന്നത് ഇറ്റ്സ് എ ലെങ്തി സെന്റൻസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ പറഞ്ഞു, എല്ലാം എന്താ പറയുക, റാഡിക്കൽ ഫെമിനിസ്റ്റ് വ്യൂസ് ആണ്. ദെൻ ഷീ സപ്പോർട്ട്സ് LGBTIQ ഓർ സെക്ഷൽ മൈനോറിറ്റീസ്, മാത്രമല്ല ലെസ്ബിയനിസം. അപ്പോൾ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ട ഈ എഴുത്തുകാരി നമ്മുടെ സെക്ഷൽ മൈനോറിറ്റീസ്, LGBTIQ ആക്ടിവിസ്റ്റിനിടയിലും ഫെമിനിസ്റ്റുകളുടെ അവർക്കിടയിലും ഒരു ചാമ്പ്യനായിട്ട് തികഞ്ഞ ഒരു ജനപ്രീതി ആർജിച്ച ഒരു വ്യക്തിയായിട്ട് ആഡ്രിയൻ റിച്ച് മാറി. കാരണം അവരുടെ എഴുത്തുകൾ തന്നെയാണ്. അതായത് വിമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള വൈഡായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. നമുക്ക് ആക്ച്വലി വിമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് ഒരു കുറേ സൊസൈറ്റി എക്സ്പെക്റ്റഡ് റോൾസ് വെച്ചിട്ടുണ്ട്. അതായത് സ്ത്രീകൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സമൂഹം തന്നെ അവരിലേക്ക് പ്രതീക്ഷ വെച്ചിട്ടുണ്ട്, പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. അത് അത്തരം കാര്യങ്ങൾ, ഹെറ്ററോസെക്ഷുവാലിറ്റി, അതായത് സ്ത്രീ, പുരുഷൻ, ഭാര്യ, കുടുംബം,
ഈ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നോർമലാണ്, അത് റിക്വേർഡ് ആണ്, അത് ആവശ്യമുള്ളതാണ്, അത് എന്താണ് ഒബ്ലിഗേറ്ററി ആണ്. അതായത് ഇവരത് ചെയ്യണം, അവർക്ക് അങ്ങനെയുള്ള കടമകൾ അവർ ചെയ്യണം, അതൊക്കെ അവരുടെ കടമകളാണ്. എന്നാൽ അത്തരം നോഷൻസിനെല്ലാം അണ്ടർമൈൻ ചെയ്തുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടായിരുന്നു എഡ്രിയൻ റിച്ച് തൻ്റെ റൈറ്റിങ്സ് എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ലെസ്ബിയൻ വിസിബിലിറ്റി, ആ ഒരു ലെസ്ബിയനിസം എന്ന് പറയുന്ന സമൂഹത്തിൽ ടാബു ആയിട്ട് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട് വച്ചിരുന്ന ഒരു പരിധിവരെ അതിനെ ഏറ്റവും അധികം എതിർത്തിരുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു സമൂഹത്തിൽ ലെസ്ബിയൻ വിസിബിലിറ്റി, ലെസ്ബിയനിസത്തെക്കുറിച്ചും താൻ ആ രീതിയിൽ ജീവിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ നല്ലൊരു ജനപ്രീതി ആർജിക്കുവാനൊക്കെ, അതായത് ഫെമിനിസ്റ്റിൻ്റെ ഇടയിലും LGBTIQ ആക്ടിവിസ്റ്റിൻ്റെ ഇടയിലും ഒക്കെ ഒരു ചാമ്പ്യനായിട്ട് മാറാൻ എഡ്രിയൻ റിച്ചിന് സാധിച്ചു. ഓക്കെ, let's move on to the background of the speech claiming an education. അപ്പോൾ ഈ ക്ലെയിമിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു ഇത് എഡ്രിയൻ റിച്ചിൻ്റെ സ്പീച്ച് ഫോമാണ്. അപ്പോൾ ഇത് എന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. റീഡ്സ് claiming an education, the convocation speech delivered in September 1977 to the graduating women students of Douglas College, New Jersey, USA. യുഎസ്എയിലെ സ്റ്റേറ്റായ ന്യൂ ജേഴ്സി എന്ന ആ സ്റ്റേറ്റിലെ ഡഗ്ലസ് കോളേജ്, ഇറ്റ്സ് എ വിമൻസ് കോളേജ്, അവിടെ 1997 സെപ്റ്റംബറിൽ അവിടുത്തെ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസിന് നൽകുന്ന ഒരു സ്പീച്ചാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്പീച്ച്. ഓക്കെ, സോ നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന ഈ ഒരു യൂണിറ്റ് ഇറ്റ്സ് ഇൻ എ സ്പീച്ച് ഫോം, അതൊന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ അതിനെക്കുറിച്ച് ഒരൊറ്റ സെന്റൻസോട് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി വി ക്യാൻ മൂവ് ഓൺ ടു ദ ടെക്സ്റ്റ്. ഓക്കെ, സോ ദിസ് സ്പീച്ച് സ്പീക്സ് of the importance of claiming versus receiving an education, a dilemma faced in most schools and curriculum across the world. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. വാട്ട് യു മീൻ ബൈ ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ റിസീവിങ് ആൻ എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചുള്ള ചില ഡിഫറൻസസ് ആഡ്രിയൻ റിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഷീ സേസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ ദാൻ റിസീവിങ് ആൻ എഡ്യൂക്കേഷൻ. അതായത് എന്താണ് ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ, എന്താണ് മറുഭാഗത്ത് പറഞ്ഞ റിസീവിങ് ആൻ എഡ്യൂക്കേഷൻ, അത് മാത്രമല്ല ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. As many others believe, Rich explains that being educated is a right and therefore both women and men should claim that right. ഇനി പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ആക്ച്വലി ദ റൈറ്റ് ആണ്, അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം എന്ത് ചെയ്യണം, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ എന്ത് ചെയ്യണം, അത് നേടിയെടുക്കണം. ആ അവകാശം നമ്മൾ ഡിമാൻഡ് ചെയ്യണം, നമ്മൾ ക്ലെയിം ചെയ്യണം എന്നാണ് ആഡ്രിയൻ റിച്ച് പറയുന്നത്. ഓക്കെ, the speech titled Claiming an Education was first printed in the magazine The Common Woman in 1977 and eventually reprinted in the collection On Lies, Secrets and Silence, Selected Prose 1966-1978. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ സ്പീച്ച് ഒരു ടെക്സ്റ്റ് രൂപത്തിൽ ഏതിലാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്, പിൽക്കാലത്ത് പിന്നെ അത് മറ്റൊരു ഭാഗത്ത് റീപ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരുന്നു, അത് എവിടെയാണെന്നും എന്നും ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടെക്സ്റ്റ്. ഷീ സ്റ്റാർട്ട്സ് ഇൻ ദിസ് വേ. For this convocation, I plan to separate my remarks into two parts. Some thoughts about you, the women students here, and some thoughts about us who teach in a women's college. See, I already mentioned that this speech that she delivered to the graduating students of Douglas College, it's a women's college. അപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സ്പീച്ചാണ്, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ഇനി ഈ സ്പീച്ചിനെ കുറിച്ച് പറയുന്നത്, കുട്ടികളെ ഞാൻ ഇവിടെ സ്പീച്ച് രണ്ട് പാർട്സായിട്ട്, രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്പീച്ചിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് വിദ്യാർത്ഥിനികളായ നിങ്ങളെക്കുറിച്ചാണ്, അതായത് വിമൻ സ്റ്റുഡൻസ് ആയ നിങ്ങളെക്കുറിച്ചും, മറ്റൊന്ന് വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുന്ന അധ്യാപക സമൂഹത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളും, അതായത് വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇൻഡിവിസിബിൾ ആണ്, അവര് ഒരുമിച്ചാണ് പോകേണ്ടത്. നെക്സ്റ്റ്,
If university education means anything beyond the processing of human beings into expected roles through credit hours, tests, and grades, and I believe that in women's college, especially, it might mean much more, it implies an ethical and intellectual contract between teacher and student. ഇവിടെ എഡ്രിയൻ റിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ചില കുറച്ച് ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഇന്റേണൽ or എക്സ്റ്റേണൽ എക്സാമിനേഷനിലൂടെ ക്രെഡിറ്റ് അവേഴ്സ് നൽകിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന ചില എക്സ്പെക്റ്റഡ് റോൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ഗ്രാജുവേഷൻ ലഭിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിനേക്കാൾ അപ്പുറമായിട്ട് പോകണം. ദാറ്റ് ഷുഡ് ഗോ ബിയോണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമായിട്ട് പോകണം. എന്നിട്ട് അവിടെ there should be a contract, there should be a relation between the teacher and student, somewhat like a contract. The contract should be an ethical and intellectual one എന്നാണ് പറയുന്നത്. Okay, so please remember, there should be a relation between the teacher and the student, somewhat like a contract one. That contract is purely based on ethical and intellectual. Ethical means based on moral principles. Okay, so ഇതാണ് അവിടെ പറയുന്ന ഒരു ആശയം. പ്ലീസ് റിമെമ്പർ, ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ രീതിയിൽ നിന്നും അപ്പുറമായിട്ട് there should be a relation or a contract between the teacher and student, and that contract should be an ethical and intellectual one. And this contract must remain intuitive, dynamic and written. See, ആ വേർഡ്സ് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കോൺട്രാക്ട് എങ്ങനെ ആയിരിക്കണം എന്ന് പറയണം. അത് ഫസ്റ്റ് ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് കം ഫ്രം അവർ മൈൻഡ്. അത് സ്വതവേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നായിരിക്കണം. ഓക്കെ. മറ്റൊന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കണം. ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രോഗ്രസീവ് ആയിരിക്കണം, അത് ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ലൈവ് ആയിരിക്കണം, എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചലനാത്മകമായിരിക്കണം. മറ്റൊന്ന് അത് അൺറിട്ടൺ ആയിരിക്കണം. അതായത് അതിനൊരു നിഷ്കർഷകൾ എഴുതി വെച്ച നിയമങ്ങളൊന്നുമില്ല. അത് എന്താ പറയുക, പ്രിസ്ക്രൈബ്ഡ് ഒന്നുമല്ല. എന്നാൽ എഴുതി വെക്കാത്തതും അതുപോലെ തന്നെ ചലനാത്മകവും അതുപോലെ തന്നെ ഉള്ളിൽ നിന്നും സ്വതവേ ഉണ്ടാകേണ്ട ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം ഈ പറയുന്ന എത്തിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്. ഓക്കെ, so that is all about the first paragraph. But the first paragraph complete ആയതേ ഉള്ളൂ. But at the same time, I would like to stop here due to the length of this tutorial video session. Anyway, we will complete the rest in the next tutorial video session. Until then, bye.